ഹലോ ഗൈസ്, അപ്പം എന്തല്ല സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. വെഡ്ഡിങ് വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എല്ലാ ദിവസവും കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് പോകണം. കഴിഞ്ഞിട്ട് ഇന്നാണ് സത്യം പറഞ്ഞ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ സമയം കിട്ടിയത് കേട്ടോ. ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ മുഴുവൻ എൻ്റെ കെട്ടിയവൻ്റെ വകയാണ് കേട്ടോ. വൈകിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ പരിണിത ഫലമായിട്ട് നടത്തി വരുന്ന പരിപാടികളാണ് ഈ കാണുന്നതൊക്കെ. നാട്ടിലായിരിക്കുന്നതും ഇങ്ങോട്ടേക്ക് ആരും ഇല്ലാണ്ട്, ഫാമിലി മെമ്പേഴ്സോ അമ്മയോ അച്ഛനോ ആരും ഇല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും ഭയങ്കര വ്യത്യാസമാണുള്ളത് കേട്ടോ. ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഓഫ് കിട്ടുന്നത് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ വീട് ക്ലീനിങ്ങും പരിപാടികളും എല്ലാം നമ്മൾ സ്വന്തമായി ചെയ്യുന്നതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ ഓരോ ദിവസങ്ങൾ മാറ്റി വെക്കണം. നാട്ടിലായിരിക്കുമ്പോൾ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ കുക്കിങ്ങും വാഷിങ്ങും ക്ലീനിങ്ങും എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണല്ലോ. സോറി, ഇപ്പം എനിക്ക് ഒരാളെ കൂടി പാർട്ട്ണറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ കസർത്താണ് ഇന്ന് വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ അഭ്യാസം മൊത്തം ഞാൻ വൈകിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ മുന്നോടിയാണ് കേട്ടോ. വന്നപ്പോഴേക്കും എന്തായാലും ഭക്ഷണം എല്ലാം സെറ്റായിരുന്നു. കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ഞാനും കൂടി അങ്ങ് ചെയ്ത് കൊടുത്തു. സത്യം പറഞ്ഞാൽ ആഫ്റ്റർ വെഡ്ഡിങ് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ആശ്വാസമായി. ഇവർ രണ്ടുപേരും ഡേ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവരാണ്. ഉണ്ണിക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്കിംഗ് ആണ്. മൺഡേ ടു ഫ്രൈഡേ അല്ല, മൺഡേ ടു സാറ്റർഡേ വർക്കിംഗ് ആണ്. സാറ്റർഡേ ടിൽ 1 o'clock വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആൾ ഫ്രീ ആവുള്ളൂ. പിന്നെ സൺഡേ മാത്രമാണ് വീട്ടിലിരിക്കുന്നത്. എനിക്ക് ഡ്യൂട്ടി വരുന്നത് 2 days ഇന്നാണെങ്കിൽ 2 days ഔട്ടായിരിക്കും, അല്ലെങ്കിൽ 3 days ഇന്നാണെങ്കിൽ 2 days ഔട്ടായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. ആകെപ്പാടെ എനിക്ക് സൺഡേസിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് സൺഡേസിൽ കാണാൻ പറ്റില്ല. അപ്പം ആക്ച്വലി ഡേയിൽ ഒരു ഇച്ചിരി നേരത്തെ വന്നാലോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ രണ്ടുപേരുടെയും ഡ്യൂട്ടിയുടെ ഇടയിലുള്ള കാര്യങ്ങൾ ഫുള്ള് പറയുന്നത് വീട്ടിൽ വന്നതിന് ശേഷം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും ഒക്കെയാണ്. നമുക്ക് വേണ്ടിയിട്ടൊരു സമയം കണ്ടുപിടിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഒരാൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം കൂടെ നിന്നിങ്ങനെ വർത്താനം പറഞ്ഞ് ഒരു ഡേയിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ, പ്രത്യേകിച്ച് ഞാൻ രാവിലെ നടന്ന കാര്യങ്ങൾ തൊട്ട് വൈകിട്ട് നടന്ന കാര്യങ്ങൾ വരെ എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു നോർമൽ ഈവനിങ് പോവുക. ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. ഹോപ്പ്ഫുള്ളി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയുമായി ബൈ, സീ യു, ടേക്ക് കെയർ.